ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെയർ കെയർ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മുടെ മുടി സംരക്ഷിക്കുന്ന ആളുകളാണ്. നമ്മുടെ ചെറിയ ചെറിയ തെറ്റായ ശീലങ്ങൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മുടിക്ക് വളരെയധികം ഡാമേജുകൾ വരാറുണ്ട് അല്ലെ. അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നിന്ന് പറയാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും കേട്ടോ. ഈ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ മുടിയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. നനഞ്ഞ മുടി കെട്ടിവെക്കുന്നത്, നനഞ്ഞ മുടി ചീകുന്നത്, നനഞ്ഞ തല നമ്മൾ മസാജ് ചെയ്യുന്നത്, ഈ പ്രവൃത്തികൾ ഒരിക്കലും നിങ്ങളുടെ ഹെയർ കെയറിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. ദിവസവും നമ്മുടെ തലയിൽ ഒരുപാട് എണ്ണ തേക്കുന്നതും എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് അമർത്തി മസാജ് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി ഒരിക്കലും നിങ്ങളുടെ ഹെയർ കെയറിൽ ചെയ്യും. ഒരുപാട് എണ്ണ തേച്ചത് കൊണ്ടോ ഒരുപാട് തലയിൽ അമർത്തി മസാജ് ചെയ്തത് കൊണ്ടോ നിങ്ങൾക്ക് മുടി വളർച്ച ഉണ്ടാവുന്നില്ല. അത് നിങ്ങൾക്ക് ദോഷം മാത്രമേ ചെയ്യൂ. പിന്നെ പലരും നമ്മുടെ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് രാത്രി തലയിൽ ഒരുപാട് എണ്ണ തേച്ച് ഉറങ്ങുന്ന ഒരു ശീലമുണ്ട്. അത് പലർക്കും ഗുണത്തിനേക്കാൾ പകരം ദോഷമാണ് ചെയ്യുക. ദിവസവും നമ്മുടെ തലയിലും മുടിയിലും ഷാമ്പു യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. പലരും അത് ഡൈലൂട്ട് ചെയ്യാതെയാണ് യൂസ് ചെയ്യുക. ഇത് നമ്മുടെ മുടിക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹെയർ ട്രീറ്റ്മെന്റുകളെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹെയർ ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ട് അവർ പറയുന്ന റൂട്ട്സുകൾ കറക്റ്റായി ഫോളോ ചെയ്യാതെ വരുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ മുടിക്ക് ഡാമേജുകൾ വരും. അത്തരത്തിലുള്ള ഹെയർ ട്രീറ്റ്മെന്റുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് തിരഞ്ഞെടുക്കുക. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത്തരത്തിലുള്ള ഹെയർ ട്രീറ്റ്മെന്റിലേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഹെയർ ആകെ ഡാമേജ് ആയിട്ട് പോകും. എപ്പോഴും നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ കെയറുകളാണ് നല്ലത്. അതിനിപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ദോഷമൊന്നും ഉണ്ടാക്കില്ല. നമ്മൾ ഹെയർ കെയർ ചെയ്യുമ്പോൾ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് ആകെ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇത് ചെയ്തതാണ്. ഇനി ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.